കിഴക്കോട്ടൊഴുകുന്ന കബനി നദി കടന്ന കുറുവാ ദ്വീപിലേക്കൊരു യാത്ര. ചങ്ങാടത്തിലാണ് കുറുവാ ദ്വീപ് കാണാൻ പോകേണ്ടത്. അപൂർവീനം സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും ആവാസ കേന്ദ്രം കൂടിയാണ് കുറുവ എന്ന് പറയുന്നത്. ആ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണുന്നത്. കബനി നദിയുടെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന ഒരു കൂട്ടം ദ്വീപുകൾ, നിത്യഹരിത വനങ്ങളും എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന നിശബ്ദതയും കൊണ്ട് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന പ്രധാന കേന്ദ്രം കൂടിയാണ് കുറുവാ ദ്വീപ്. ഏക്കറിൽ വൈവിധ്യമാർന്ന കാഴ്ചകളാണ് കുറുവാ ദ്വീപിലുള്ളത്. 1 കിലോമീറ്ററോളം ദൂരം നടന്നുകൊണ്ട് തന്നെ കുറുവാ ദ്വീപ് പൂർണ്ണമായും നമുക്ക് ആസ്വദിക്കാൻ കഴിയും. We visited first time to the Kuruva Island, which is very well maintained, and the serenity here in this place is awesome, and the beauty of the nature is at its best, and we enjoyed a lot. And people can visit here who wants to have a calm and peaceful time spending here, and even the staffs are very friendly. They guided us very well, and this is a nice place to visit. മുള കൊണ്ട് പ്രത്യേകം തയ്യാറാക്കിയ ചെങ്ങാടത്തിലുള്ള യാത്രയാണ് കുറുവാ ദ്വീപിന്റെ മറ്റൊരു പ്രത്യേകത. 9:00 ഇവിടുന്ന് രാവിലെ തുടങ്ങുന്നുണ്ട്. പിന്നെ ടിക്കറ്റ് തിരക്കുള്ള ദിവസങ്ങളിലാണ് പെട്ടെന്ന് ടിക്കറ്റ് തീരുകയും ചെയ്യുന്നുണ്ട്. പിന്നെ തിരക്കില്ലാത്ത സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ വൈകുന്നേരമൊക്കെ ആയാലും ടിക്കറ്റ് തീരില്ല. 12 അടി 16 അടി അങ്ങനെ പല ഭാഗത്തും പല താഴ്ചയാണ്. വെള്ളം കൂടുന്ന സമയത്ത് നല്ല ഇതുണ്ടാവും. ഓരോ ദിവസവും കുറുവ കാണാനെത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ വൻ വർധനവാണ് ഉണ്ടാകുന്നത്. മാനന്തവാടി പാൽവെളിച്ചം ഭാഗത്തു നിന്നും പുൽപ്പള്ളി പാക്കം ഭാഗത്തു നിന്നുമായി 2 പ്രവേശന കവാടങ്ങളിലൂടെയാണ് കുറുവയിലെത്തുക. എന്നാൽ നിലവിൽ ഒരു ദിവസം 489 ആളുകൾക്ക് മാത്രമേ പ്രവേശിക്കാൻ അനുമതിയുള്ളൂ. ഇതറിയാതെ എത്തുന്ന സഞ്ചാരികളാണ് നിരാശയോടെ മടങ്ങേണ്ടി വരുന്നത്. 1.5 മാസം മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. ഇതേ അവസ്ഥയാണ്, ടിക്കറ്റ് കിട്ടിയിട്ടില്ല. ഞാൻ അവിടെ ചങ്ങാടത്തിൽ കയറേണ്ടിയിട്ടാണ് വന്നത്. ലിമിറ്റഡ് ടിക്കറ്റേ ഉള്ളൂ എന്ന് പറഞ്ഞു. അത് ഓൾമോസ്റ്റ് ഓൺലൈനിൽ ബുക്കായി, ബാക്കി ഇവിടെ വന്ന് ബുക്ക് ചെയ്തെന്ന് പറഞ്ഞു. ഇപ്പോൾ 2ാമത്തെ ടൈമാണ് ടിക്കറ്റ് ഇല്ലാണ്ട് പോകുന്നത്. ശാന്തമായ അന്തരീക്ഷത്തിൽ പ്രകൃതിയെ തൊട്ടറിഞ്ഞ് വനത്തിലൂടെയുള്ള യാത്രയാണ് കുറുവാ ദ്വീപിലെ ഏറ്റവും മനോഹരമായ പ്രത്യേകതകളിലൊന്ന്. നിലവിൽ 489 ആളുകൾക്ക് മാത്രമാണ് പ്രവേശിക്കാൻ അനുമതിയുള്ളത്. ഈ നിയന്ത്രണങ്ങൾ കൂടി പിൻവലിച്ച് കൂടുതൽ ആളുകളെ ഇങ്ങോട്ടേക്ക് എത്തിക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയർന്നത്. ക്യാമറ പേഴ്സൺ ഭവിഷ് കക്കോടിക്കൊപ്പം ഫൈസ് നിർബാല, മീഡിയ 1, വയനാട്.